ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്ക് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് സ്കൂളിലേക്കും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആയിട്ടാണ്. നമുക്ക് ലെഫ്റ്റ് ഓവർ ചപ്പാത്തിയൊക്കെ വെച്ചിട്ടും ചീസൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ചപ്പാത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 പേർക്കൊക്കെ കഴിക്കാം. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ്. പാൻ ഒന്ന് ചൂടാക്കി അതിലോട്ട് ഓയിലോ വെളിച്ചെണ്ണയോ ബട്ടറോ നെയ്യോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ച് കൊടുക്കാം. പാനിൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം. അത് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തക്കാളിയും സവാള, പച്ചമുളക്, മല്ലിയില ഇതൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. പിന്നെ വേറെ എന്തെങ്കിലും ക്യാരറ്റ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് കുരുമുളകും ചില്ലി ഫ്ലെക്സും കുറച്ച് സാൾട്ടും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിൽ മേലെ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ സ്ലൈസർ ചീസാണെങ്കിലും കുഴപ്പമില്ല. മൊസറല്ല ചീസ് ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുക. ആ ചീസ് ഒന്ന് മെൽട്ടായി വരുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ മേലെ ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ആ ചീസ് ഒന്ന് ഇതിലോട്ട് പിടിക്കുന്ന രീതിയിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ലെഫ്റ്റ് ഓവർ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി ഫ്രഷ് ആയിട്ടുള്ള ചപ്പാത്തി ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതിന് ആ ഒരു മുട്ട ഒന്ന് കുക്കായി നമുക്കിത് തിരിച്ചിടാൻ പറ്റുന്ന രീതിയിൽ ഒരു 2-3 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ ശരിയായി കിട്ടും. ആ ഒരു സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ സവാളയും തക്കാളിയൊക്കെ വെച്ചിട്ട് ഒരു ലെയർ പോലെ ചെയ്യുക. എന്നിട്ടതിൽ ഈ ചില്ലി ഫ്ലെക്സും കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസിൻ്റെ അളവൊക്കെ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെയും കൂടി ഒരു ചപ്പാത്തി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അടിയിലത്തെ ചപ്പാത്തി ചീസൊന്ന് മെൽട്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചപ്പാത്തി പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ചപ്പാത്തി ഭയങ്കര ഹാർഡാവുകയും ചെയ്യും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ചീസൊന്ന് മെൽട്ടായി കിട്ടുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.